കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 3 ഗവൺമെന്റ് സ്കൂളുകൾക്ക് പുതിയ സ്കൂൾ ബസ് ലഭിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ഇതിനായി ഫണ്ട് അനുവദിച്ചത്. വെണ്ടുവഴി ഗവൺമെന്റ് LP സ്കൂൾ, കുറ്റിലഞ്ഞി ഗവൺമെന്റ് UP സ്കൂൾ, കോട്ടപ്പടി നോർത്ത് ഗവൺമെന്റ് LP സ്കൂൾ എന്നീ സ്കൂളുകൾക്കാണ് പുതിയ സ്കൂൾ ബസ് ലഭ്യമായത്. ശുഭയാത്ര പദ്ധതിയുടെ ഭാഗമായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആന്റണി ജോൺ MLA ആണ് വാഹനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിച്ചത്. ബസുകൾ MLA സ്കൂൾ അധികൃതർക്ക് കൈമാറി. നിരവധി സർക്കാർ വിദ്യാലയങ്ങളുടെ മെച്ചപ്പെട്ട സാഹചര്യം 5 കോടിയും 3 കോടിയും 2 കോടിയും 1.5 കോടിയും 1 കോടിയും ഒക്കെ ചെലവഴിച്ചുകൊണ്ടുള്ള നിരവധി ബഹുനില സ്കൂൾ മന്ദിരങ്ങൾ നമ്മുടെ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി കഴിയും. അതിന് പുറമെ ഈ കഴിഞ്ഞ നമ്മുടെ ഫെബ്രുവരി ഈ മാസം 7-ാം തീയതി അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 11 സർക്കാർ വിദ്യാലയങ്ങൾക്കാണ് 1 കോടി രൂപ വീതം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മൾ നീക്കിവെച്ചത്. അത് കേരളത്തിൽ ഇപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങൾ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത്രയേറെ പരിഗണന നമ്മുടെ മണ്ഡലത്തിന്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ച 11 സ്കൂളുകൾക്കാണ് സംസ്ഥാന ബഡ്ജറ്റിൽ 1 കോടി രൂപ വീതം നമ്മൾ നീക്കിവെച്ചത്. അതങ്ങോട്ട് മാമലക്കണ്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും അത്തരം സ്കൂളുകളെ നമ്മൾ പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്കൂളുകളിൽ നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ PM മജീദ്, മിനി ഗോപി എന്നിവരും SM മുഹമ്മദ്, M വിജയകുമാരി, VM ഷാലി, KA ഷിനു, സാറാമ ജോൺ, ഷാൻ മോൻ, MU അനസ്, KB അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.